ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടിലനായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു കുക്കർ ബിരിയാണി. കുക്കർ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നമുക്ക് എപ്പോൾ ചോദിക്കുന്ന ഒരു 10 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടിലനായിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു കുക്കർ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ബിരിയാണിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും വരില്ല എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഒരുപാട് നമുക്ക് ചേരുവകളൊന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ട് ബിരിയാണിയിൽ ഇടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ മാത്രം, ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതിയാവും നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബിരിയാണി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ബിരിയാണി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ഐറ്റം ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞതാക്കി നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ചെറുതാക്കിയിട്ട് നല്ല പച്ച കളർ ബീൻസാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, വെന്ത് കിട്ടണം നമുക്ക്. പിന്നെ നമ്മളിവിടെ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 തക്കാളിയൊക്കെ, വലുതാണെങ്കിൽ 2 തക്കാളി, കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ 3 തക്കാളിയൊക്കെ എടുക്കാം. അപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സവോളയാണെങ്കിൽ 2 സവോളയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും ഐറ്റംസ് ആണ്. ഗ്രാമ്പൂ, സോമ്പ്, അതുപോലെ തന്നെ പട്ട, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് കൂടാൻ പറ്റില്ല. ഏലക്കായി ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. 1 ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് ഇത് അത്രയും മതിയാവും. സോമ്പും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസാലൻ്റെ കുന്നൽ വരും, കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച് 4 ഐറ്റംസും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് വഴറ്റി അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തോളൂ. ഉപ്പ് ഇത് വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത്തിരി ഒന്ന് ബോയിൽ ആവുന്നവരെ നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് നമുക്ക് പോകണം. ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ബീൻസിൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം പോയാലാണ് ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് കളറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഇനി നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് ഞാനിവിടെ കുട്ടി സോയ ചങ്ക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സോയ ചങ്ക്സും കിട്ടും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി അതിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 10 രൂപൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 10 രൂപൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാലയാണ് കേട്ടോ വേണ്ടത്. ബിരിയാണി മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് കൂടുതലാവാതെ നോക്കണം. കാരണം ആ ഒരു കുന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വലിയ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഈ ഒരു ഗ്ലാസ് അരിക്കുള്ള കണക്കാണ് കേട്ടോ ഞാനിവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരും കേട്ടോ. ഒരു ബിരിയാണി മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു മണം വരും. പിന്നെ പട്ടൻ്റെയും ഗ്രാമ്പൂൻ്റെയും ഏലക്കൻ്റെയും ഒക്കെ മണം വരും. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറയണത് നമ്മളെടുത്ത ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെജിറ്റബിൾസിനും കൂടിയുള്ള വെള്ളം നമ്മൾ കാണണം. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക കേട്ടോ. കുതിർത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ബിരിയാണി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. അല്ല, വലിയ നാരങ്ങയാണെങ്കിൽ നമുക്കതിൻ്റെ ഹാഫ് മതി. ആ ഒരു നീരും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി ചിലപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറവായിട്ട് തോന്നും. നമുക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു വെള്ളം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മല്ലിയിലയും പുതിനയും ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മല്ലിയില നല്ല പച്ച മല്ലിയിലയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഒരു 3 തണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുതിന ഇലയാണ്. പുതിന ഇല ജസ്റ്റ് ആ ഇല എടുത്തിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായി തിളച്ചതിന് ശേഷം വെള്ളമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഒരു തിള വരുന്നവരേക്കും നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് പാകത്തിന് നോക്കി ഈ സമയത്ത് തന്നെ ചേർത്തും കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാൻ പറ്റില്ല. ബിരിയാണി റെഡി ആയതിന് ശേഷം ഉപ്പ് ചേർക്കൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അതിലുള്ള ആ ഒരു വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ പാകത്തിനൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു പുളിപ്പൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഉപ്പ് തീർച്ചയായും വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സായി അതിനുശേഷം നല്ല തിളയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് 2 വിസിൽ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന അരി എങ്ങനെയാണെന്ന് നമുക്ക് ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വിസിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 വിസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആയിരിക്കുന്നത് ബിരിയാണി. അപ്പോൾ നമ്മൾ നന്നായി സെറ്റായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കയ്യിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, ഒരു ഒട്ടലൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ബിരിയാണി ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ സൂപ്പറാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതിൽ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. ബിരിയാണി ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കും എല്ലാം